ഹലോ എവരി വൺ, വെൽക്കം ടു എച്ചിപ്പോഡ്. എല്ലാവർക്കും മക്കളെ എച്ചിപ്പോഡിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നഫി. എല്ലാവർക്കും മക്കളെ എച്ചിപ്പോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നഫി. മക്കളെ മൂന്നാമത്തെ ചാപ്റ്ററിൽ മൂവ്മെന്റ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ, റെവല്യൂഷൻ എന്ന് വിളിക്കുന്ന ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമം എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സീസൺസ് അഥവാ ഋതുക്കളുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പം 4 സീസൺസ് അഥവാ 4 ഋതുക്കളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഓട്ടം, സ്പ്രിംഗ്, സമ്മർ, വിന്റർ. ശരത്കാലം, വസന്തകാലം, വേനൽക്കാലം, ശൈത്യകാലം. ഈ 4 കാലങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കളെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എത്ര ടോപ്പിക്കുകൾ പഠിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. മക്കളെ സീസൺസ് 4 എണ്ണമാണ്. സ്പ്രിംഗ് അഥവാ വസന്തത്തിന്റെ പ്രത്യേകത എന്താ? പ്ലാന്റ്സ് ബ്ലൂംസ് ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് അല്ലെ. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് ആരുടെ പ്രത്യേകതയാണ്? സ്പ്രിംഗ് അഥവാ വസന്തകാലത്തിന്റെ പ്രത്യേകതയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യും? ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസസ്. പകൽ സമയം മെല്ലെ മെല്ലെ കൂടി വരിക. ഏത് സമയത്താണ്? സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലത്താണ്. അടുത്ത ഏതാണ്? സമ്മർ സീസൺ അഥവാ ഗ്രീഷ്മകാലമാണ്. ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ഉയർന്ന അന്തരീക്ഷ താപനില. ശ്രദ്ധിക്കണേ, ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അഥവാ ഉയർന്ന അന്തരീക്ഷ താപനിലയാണ്. ജനറലി ലോങ്ങർ ഡേയ്സ്, എന്താണ്? പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ. ജനറലി ലോങ്ങർ ഡേയ്സ് അഥവാ പൊതുവെ എന്താണ്? നല്ല ദൈർഘ്യമേറിയ പകലുകളാണുള്ളത്. അടുത്ത ഏതാണ്? ഓട്ടം അഥവാ ശരത്കാലമാണ്. ദ ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ് അല്ലെ. മരങ്ങൾ ഇല പൊഴിക്കുന്ന കാലം. കാരണം അടുത്ത് വരാൻ പോകുന്ന കാലം ഏതാ? ശൈത്യകാല. അപ്പൊ ശൈത്യകാലത്തിന് മുന്നായിട്ട് എന്ത് ചെയ്യും? ദ ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ് ആൻഡ് ദ ഡേ ടൈം ഗ്രാജുവലി ഡിക്രീസസ്. ഈ സമയം എന്ത് ചെയ്യുന്നു? പകലിന്റെ ദൈർഘ്യം, പകൽ സമയം എന്ത് ചെയ്യുന്നു? മെല്ലെ 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 കുറഞ്ഞ് വരുന്നു. അതേപോലെ അടുത്ത ഏതാ? വിന്റർ അഥവാ ശൈത്യകാലമാണ്. ലോ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, കുറഞ്ഞ അന്തരീക്ഷ താപനില, സ്നോഫോൾ, മഞ്ഞുവീഴ്ച, ജനറലി ലോങ്ങർ നൈറ്റ്സ്, പൊതുവെ എന്താണ്? നല്ല രാത്രികളും ഉണ്ടാകുന്ന ഇത് സമയത്താണ് വിന്റർ സീസൺ അഥവാ ശൈത്യകാലത്താണ്. ഈ 4 കാലങ്ങൾ പ്രത്യേകത പഠിച്ചു വെക്കണേ, എക്സാമിന് ചോദിച്ചേക്കാം. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ചിത്രം വന്നിട്ട് എന്ത് ചെയ്യും? ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. എന്താ അതിന്റെ പ്രത്യേകത? സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, ലെങ്ത് ഓഫ് ദി ഷാഡോ, സൂര്യന്റെ അയനസ്ഥാനവും അതേപോലെ സൂര്യന്റെ ഉച്ചസ്ഥാനവും അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദി ഷാഡോ, പിന്നെ നേരിന്റെ നീളത്തിന്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന സമയമാണ് ഏത് സമയം? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം കേട്ടോ. അപ്പോൾ എന്താണ് ഈ ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ടൈം വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി എപെക്സ് പൊസിഷൻ ഓഫ് ദി സൺ ആൻഡ് ദ ലെങ്ത് ഓഫ് ദി ഷാഡോ കാസ്റ്റ് ബൈ ഇറ്റ് അല്ലെ. സൂര്യന്റെ ഉച്ചസ്ഥാനവും അതുണ്ടാക്കുന്ന നീളത്തിന്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന സമയമാണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം. ഈ ലോക്കൽ ടൈമിന് എന്തുണ്ട്? ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്നത്? ഗ്രീനിച്ച് സമയം, സ്റ്റാൻഡേർഡ് ടൈം കേട്ടോ. അപ്പോൾ ഇത് നോക്കി വെക്കണേ. ഈ ഗ്രീനിച്ച് ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് എക്സാം ചോദിച്ചേക്കാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം, മാനക സമയം മാത്രം എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഗ്രീനിച്ച് ടൈം നോക്കാം. ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വേൾഡ് വൈഡ് ലോകത്ത് മൊത്തം നമ്മൾ സമയം കണക്കാക്കുന്ന എന്തിന്റെ ബേസിലാണ്? ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി കടന്നു പോകുന്നുണ്ട്. നമ്മൾ ലോകത്തേക്ക് മൊത്തം ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ, സമയം കണക്കാക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖ ഉപയോഗിക്കുന്നു. അത് എന്തിലൂടെ കടന്നു പോകുന്നു? ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കുന്നു? ഗ്രീൻവിച്ച് ലൈൻ അഥവാ ഗ്രീൻവിച്ച് രേഖ. ഇതിനെ ബേസ് ചെയ്തുള്ള ടൈമിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രീനിച്ച് സമയം എന്ന് വിളിക്കുന്നു. നമ്മൾ ലോകത്തെ എല്ലായിടത്തേക്കും ടൈം അഥവാ സമയം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലൈനാണ് ഏത് ലൈന്? ഗ്രീനിച്ച് ലൈന്. അതുകൊണ്ട് ഗ്രീനിച്ച് രേഖയെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രൈം മെറീഡിയൻ. എന്താ വിളിക്കുന്നത്? പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നു. ആൻഡ് അത് മാത്രമല്ല, ഈ ഗ്രീനിച്ചിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകും തോറും ടൈം കൂടും, വെസ്റ്റിലേക്ക് പോകും തോറും എന്ത് കുറയും? ടൈം കുറയും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഗ്രീനിച്ച് ടൈമും ഓരോ കൺട്രിയിലൂടെ പാസ് ചെയ്യുന്ന ഗ്രീനിച്ച് രേഖയും ഓരോ രാജ്യത്തു കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ എ എന്ന് പറഞ്ഞ രാജ്യമാണ്. ഈ എ എന്ന് പറഞ്ഞ രാജ്യത്തു കൂടി 5 ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ 5 രേഖാംശ രേഖകൾ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. എ എന്ന് പറഞ്ഞ രാജ്യത്തു കൂടി 5 ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ 5 രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ 5 ലോഞ്ചിറ്റ്യൂഡിന്റെ ബേസ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രാജ്യത്ത് എന്ത് വരും? 5 സമയം വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയിലൂടെ 29 ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ 29 രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. ഈ എല്ലാ ലോഞ്ചിറ്റ്യൂഡിന്റെ ബേസിലും നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അറൌണ്ട് 29 ടൈം. രാജ്യത്ത് മൊത്തം എത്ര സമയം വരും? നമ്മുടെ രാജ്യത്ത് കേരളത്തിലൊരു സമയം, തമിഴ്നാട്ടിലൊരു സമയം, ഉത്തരാഖണ്ഡിലൊരു സമയം, ജാർഖണ്ഡിലൊരു സമയം, ഓരോ സംസ്ഥാനത്ത് ഓരോ സമയം വരും. അത് പ്രശ്നമല്ലേ? അത് സോൾവ് ചെയ്യാനായിട്ട്
ദ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കണക്കാക്കുന്നു? ടൈം അഥവാ സമയം കണക്കാക്കുന്നു. ഈ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം. എന്താ വിളിക്കുക? സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം എന്ന് വിളിക്കുന്നു. ആൻഡ് ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡ് വരുന്നത്, ഇത് ആൻസർ എത്രയാടാ? ഇത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് വരുന്നത് അഥവാ ഇന്ത്യയുടെ മാനക രേഖാംശം കേട്ടോ. ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക? കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ എന്തുണ്ട്? നമുക്ക് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിന് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും. ഇതാട്ടോ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഈ ലൈനാണ് ഏത്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ പ്രത്യേകത? അതായത് ബാക്കി എല്ലാ ലോഞ്ചിറ്റ്യൂഡ്, ബാക്കി എല്ലാ രേഖാംശ രേഖകളും എങ്ങനെയാ? സ്ട്രെയിറ്റ് ലൈൻ അഥവാ നേർരേഖയാണ്. ബാക്കി എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സ്, ബാക്കി എല്ലാ രേഖാംശ രേഖകളും എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ അഥവാ നേർരേഖയാണ്. പക്ഷേ ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 180 ഡിഗ്രി രേഖാംശം മാത്രം എന്താണ്? ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകാനുള്ള കാരണം എന്തുകൊണ്ടാടാ? എന്താ അതിനുള്ള കാരണം? ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നേർരേഖയായിട്ടാണ് പോകുന്നതെങ്കിൽ ദ സെയിം പ്ലേസ് വിൽ എക്സ്പീരിയൻസ് 24 hours ഓഫ് ടൈം ഡിഫറൻസ്. ഒരേ പ്രദേശത്ത് തന്നെ എന്ത് അനുഭവപ്പെടുന്നു? 24 മണിക്കൂർ സമയ വ്യത്യാസം കേട്ടോ. ദ സെയിം പ്ലേസ് വിൽ എക്സ്പീരിയൻസ് 24 hours ഓഫ് ടൈം ഡിഫറൻസ്. ഒരേ പ്രദേശത്ത് തന്നെ 24 മണിക്കൂർ എന്ത് ചെയ്യുന്നു? സമയ വ്യത്യാസം അനുഭവപ്പെടും. സെയിം പ്ലേസ് വിൽ എക്സ്പീരിയൻസ് 24 hours ഓഫ് ടൈം ഡിഫറൻസ്. ഒരേ പ്രദേശത്ത് തന്നെ എന്ത് അനുഭവപ്പെടുന്നു? 24 മണിക്കൂർ സമയ വ്യത്യാസവും അനുഭവപ്പെടും. അത് സോൾവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ലൈനിൽ ഇങ്ങനെ മാറ്റം വരുത്തിയത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ലൈനിൽ എന്ത് ചെയ്യാണ്? ഈ ലൈൻ നേരെ ഈ സ്റ്റുഡിയോ കൂടെ പോകണമെങ്കിൽ സ്റ്റുഡിയോൻ്റെ ഈ ഭാഗത്ത് വെള്ളിയാഴ്ചയും ഈ ഭാഗത്ത് എന്താവും? വ്യാഴാഴ്ചയാവും. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഈ ലൈൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഡീവിയേഷൻ കൊടുത്തത്. ഇനി ശ്രദ്ധിക്കുക, ഈ ലൈന് വെസ്റ്റ് നിന്ന് ഈസ്റ്റ്, അതായത് പടിഞ്ഞാറിന് കിഴക്കോട്ടേക്ക് മുറിച്ച് കിടക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക്, പടിഞ്ഞാറിന് കിഴക്കോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ദേ ഡിഡക്റ്റഡ്, അവരെന്ത് ചെയ്യുന്നു? ഒരു ദിവസം കുറയ്ക്കുന്നു. വെസ്റ്റ് ടു ഈസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ഡേ കുറയ്ക്കുന്നു. ഈസ്റ്റ് ടു വെസ്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഒരു ഡേ കൂട്ടുന്നു. അത് മനസ്സിലാക്കി വെക്കണേ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറിന് കിഴക്കോട്ടേക്കാണെങ്കിൽ അവരൊരു ദിവസം കുറയ്ക്കുന്നു. ഈസ്റ്റ് ടു വെസ്റ്റ്, കിഴക്കുന്ന് പടിഞ്ഞാറേക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം കൂട്ടുകയും ചെയ്യുന്നു. ഇത്രയും പ്രത്യേകത എന്തിനുണ്ട്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മക്കളെ, ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് എവിടെ അവൈലബിൾ ആണ്? അവിടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ യൂട്യൂബ് തരുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ യൂട്യൂബിൽ തരുള്ളൂ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടക്കം മുതലേ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എജ്യൂപോഡിൻ്റെ ബാച്ച് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്, ലൈവ് ക്ലാസ്സും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട എന്താ? എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളത് കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് നേടാൻ പറ്റും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫിൽ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നഫീ സൈനിങ് ഓഫ്.